ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ കൊല്ലം വെക്കേഷന് നാട്ടിൽ വന്നിട്ട് ഒരു 20 ദിവസത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് അടങ്ങിയ ഒരു വീഡിയോ കേട്ടോ. ദേ ഈ കരയുന്നത് എന്നെ കണ്ടിട്ടുള്ള ആനന്ദക്കണ്ണീരാണേ. എനിക്ക് ഈ കൊല്ലത്തെ വെക്കേഷൻ ഒരുപാട് സ്പെഷ്യലാണെന്നേ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെയോ എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും കണ്ണ് നിറയുന്നുണ്ട്. ഞാനും എൻ്റെ നാത്തൂനും വൈകുന്നേര സമയങ്ങളിൽ പോയി ഒരു ബബിൾ ടീയോ ഒരു ചായയോ ഒരു സ്നാക്സോ ഒക്കെ വാങ്ങിച്ച് കഴിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. പുറത്ത് ഫാമിലിയായി പോയി മന്തിയും ഇതേപോലെ നാടൻ ഫുഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടേ. ഞാൻ ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എൻ്റെ ഉമ്മി തയ്യാറാക്കുന്ന നല്ല നാടൻ ഫുഡ്. സത്യം പറയാലോ, പ്രവാസ ലോകത്തെത്തിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയുടെ ആഹാരങ്ങളാണേ. ഈ കൊല്ലം വേറൊരു ഭാഗ്യം കിട്ടിയത് പ്രിയപ്പെട്ടവർക്ക് കുഞ്ഞു കുഞ്ഞു ഇതുപോലെ സർപ്രൈസുകൾ നൽകിയാണേ. ഈ കൊല്ലം നാട്ടിൽ പോയപ്പം ഉത്സവങ്ങളുടെ സമയമായതുകൊണ്ട് ഒരുപാട് ഉത്സവങ്ങളും കാണാൻ പറ്റി, ഒരുപാട് പരിപാടികളും കാണാൻ പറ്റി. പുറത്തൊക്കെ പോയി തിരിച്ചു വന്നുകൊണ്ടാണെന്നറിയില്ല, സത്യം പറയാലോ ഇതുപോലത്തെ തെങ്ങുംതൊപ്പും പാടങ്ങളും വാഴത്തോട്ടവും ഒക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണെന്നേ. ശരിക്കും നമ്മുടെ നാട് എത്ര സുന്ദരിയാണല്ലേ. പിന്നീട് എൻ്റേതായിട്ടുള്ള കുറച്ച് റെസിപ്പികളൊക്കെ തയ്യാറാക്കി വീട്ടിൽ ഷൈൻ ചെയ്യാനും ഈ കൊല്ലം എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടുകാരുമായി ഒത്ത് ഒരുപാട് ട്രിപ്പുകൾ പോകാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഈ കൊല്ലത്തെ. നമ്മൾ കാരണം നമ്മുടെ മാതാപിതാക്കൾ ചിരിക്കുന്ന കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണെന്നേ. അവരെ ചിരിയിൽ നമ്മുടെ മനസ്സും നിറയും, നമ്മുടെ കണ്ണും നിറയും. അങ്ങനെ ഓരോ ട്രിപ്പുകളിലും ഇതേപോലെയുള്ള നാടൻ ഫുഡുകൾ കഴിച്ച് നന്നായി വയറും നിറയ്ക്കാറുണ്ട്, മനസ്സും നിറയ്ക്കാറുണ്ട്. പിന്നീട് ഈ കൊല്ലം നാട്ടിൽ പോയി കുറച്ച് സാരിയൊക്കെ ഉടുത്ത് കുറച്ച് ഷോയും നടത്തിയിട്ടുണ്ടേ. ഇത് നമ്മൾ പോയൊരു ട്രിപ്പിൽ നിന്ന് എടുത്തൊരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇത്. യാത്രയൊക്കെ പോവാൻ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നീട് ആ ത്രില്ലൊക്കെ എങ്ങോട്ടോ പോയെന്നേ. പക്ഷേ ഇപ്പം നാട്ടിൽ ചെല്ലുമ്പം വീട്ടുകാരുമായി ഇങ്ങനെയൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ കൊല്ലം നാട്ടിൽ വന്നപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന വേറൊരു കാര്യമാണ് ഒരു കല്യാണം കൂടാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അങ്ങനെതാ എൻ്റെ കസിൻ്റെ അടിപൊളി ഒരു എൻഗേജ്മെൻറ്റും കൂടാൻ പറ്റിയേ. പുറത്ത് നിൽക്കുമ്പോൾ കല്യാണങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, നമുക്കും പോയി ഇതുപോലൊരു കല്യാണം കൂടാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എന്തായാലും ഈ കൊല്ലം പോയപ്പം ഒരു ഫംഗ്ഷൻ കൂടാൻ പറ്റിയെന്നേ. അങ്ങനെ യാത്രകളും ഫുഡുകളും പലതരത്തിൽ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ദുഃഖകരമായ ഒരു കാര്യം ഓർത്തുപോയത്. തിരിച്ചു വീണ്ടും പ്രവാസ ലോകത്ത് പോവാൻ സമയമായെന്നേ. സത്യം പറയാലോ, ഈ പോകുന്നതിന് 3-4 ദിവസം മുമ്പ് ആകെപ്പാടൊരു വെപ്രാളമാണ്. പിന്നെ കഴിക്കാൻ തരുന്നത് ഒന്നും വേണ്ട, ആരെ കണ്ടാലും ഒരു സങ്കടം. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വെപ്രാളമാണെന്നേ. ഈ കൊല്ലത്തെ വെക്കേഷന്റെ കലാശക്കൊട്ടൊക്കെ ഇവിടെ കഴിഞ്ഞേട്ടോ. ഇനി നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടേ. ഈ കൊല്ലം തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ദുബായിലേക്കല്ല കേട്ടോ, വേറൊരു രാജ്യത്തേക്കാണേ. ആ രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പായി എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാനുണ്ടേ. അതാരാണെന്നും ഞാൻ ഏത് രാജ്യത്തേക്കാണ് ഇനി പോകുന്നതെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നമ്മുടെ ഈ വീഡിയോ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടേ. അപ്പം അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.